നമസ്കാരം. പ്രത്യേകിച്ച് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഇലക്ട്രിക്കൽ കാറാണ്. ഈ ഒരു യുഗം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് യുഗത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബൈക്കുകളിലും അതുപോലെ സ്കൂട്ടികളിലൊക്കെ നമ്മൾ ഈ ഇലക്ട്രിക്കൽ വിപ്ലവങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി എം ജിയുടെ ഒരു പുതിയ വേർഷനാണ് ഇറങ്ങിയിട്ടുള്ളത്. എം ജി കോമറ്റ് എന്ന് പറയുന്ന ഒരു വണ്ടി. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നുള്ള ഒരു ആശയത്തിന്റെ പേരിലാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഇലക്ട്രിക്കൽ വാഹനം കൂടിയാണ്. ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 മാസമായി ഈ ഒരു വണ്ടി ഇവിടെ മാർക്കറ്റിൽ എത്തിയിട്ട്. പക്ഷെ അടിപൊളിയായിട്ട് ഭയങ്കരമായി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം കൂടെയാണ്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വ്യക്തികളെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കാൻ പോവാണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആട്ടോ അതിന് കൊടുത്തുള്ള. എം ജിയുടെ ലോഗോ ഉള്ള സ്റ്റിയറിംഗ് ആണ്. ആർക്ക് വേണമെങ്കിൽ ഈ വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ശരി, അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടി കുറച്ച് വണ്ടിയുടെ ടച്ചുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് ഈ വണ്ടി കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കമ്പനി പറയുന്നത് എന്താ വെച്ചാൽ ഒരു ചാർജിങ്ങിൽ 230 കിലോമീറ്റർ ആണ് ഇതിന് മൈലേജ് പറയുന്നത്. 7 hours ആണ് ഇതിന് ചാർജ് പറയുന്നത്. ഈ ഒരു ടൈം മാത്രമേ നമുക്ക് കുറച്ചുകൂടെ കുറവായി തോന്നിയിട്ടുള്ളൂ. എന്നാലും 350 ലിറ്റർ ബൂട്ട് സ്പേസ് ഉള്ള ഒരു വണ്ടി കൂടെയാണ്. 17.3 കിലോ വാട്ടാണ് ഇതിന്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡേ ബൈ ഡേ നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ റിസ്ക് ആയി തോന്നുന്നില്ല. ഹിൽ ഏരിയ കയറുകയാണെങ്കിൽ കൂടെ നമുക്ക് 230 കിലോമീറ്റർ എന്നുള്ളത് ഒരു 180 കിലോമീറ്റർ വരെ നമുക്ക് സുഖമായിട്ട് ഒരു മൈലേജ് കിട്ടുന്നുണ്ട് ചാർജിങ്ങിൽ. അതുപോലെ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്, ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പവർ വിൻഡോസ് ആണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. 3 ഡ്രൈവ് മോഡ്സ് ഇതിൽ ഇൻക്ലൂഡിങ് ആണ്. സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് തന്നെയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വണ്ടി ഓട്ടിക്കാൻ പറ്റും. പിന്നെന്താ വെച്ചാൽ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇരിക്കാൻ പറ്റുക. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും 165 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് സീറ്റിംഗ് കപ്പാസിറ്റി ആണെങ്കിലും ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്കിതിൽ യാത്ര ചെയ്യാൻ പറ്റും. ഒരു അൺകംഫർട്ടബിൾ തോന്നുന്നില്ല ഇത് ഉൾവശം കാണുന്ന സമയത്ത്. 4 സീറ്റാണ് ഇൻക്ലൂഡിങ് ആയിട്ടുള്ളത്. 3 ഡോർസും ഇതിന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു സിറ്റി ലൈഫിന് പറ്റിയ ഒരു വണ്ടി തന്നെയാണ്. അതിൻ്റെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്താണ്, ഈ ഒരു മുൻവശത്താണ് ഇതിൻ്റെ ചാർജിങ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് സുഖമായിട്ട് ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ എല്ലാ ദിവസവും ഡേ ബൈ ഡേ ചാർജ് ചെയ്യാൻ പറ്റും. എന്തായാലും സിറ്റി ലൈഫിന് നമുക്ക് പറ്റിയൊരു വണ്ടി എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ഒരു സ്മോൾ ഫാമിലിക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഈ ഒരു വണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. ഇപ്പൊ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഓണർ എന്ന് പറയുന്നത് ബിജു സാറാണ്. ബിജു സാറ് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വണ്ടിയുമായിട്ട് ഇങ്ങനെ കറങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണുള്ളത്? കാരണം അദ്ദേഹത്തിന് ഓൾറെഡി ഒരു വണ്ടി ഉണ്ട്. അത് പെട്രോളും ഡീസലൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടി പോലെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഒരു ആദ്യമായിട്ടാണ് ഈ ഒരു ഇലക്ട്രിക് വാഹനത്തിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ അദ്ദേഹം നമുക്ക് പങ്കുവയ്ക്കുന്നതാണ്. സാർ, എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഈ ഒരു വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത്? എനിക്കിത് വളരെ സൗകര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ സ്പേസ് മതി, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയാണ്. ഡ്രൈവർ സീറ്റിലൊക്കെ ഇരുന്ന് ചെയ്യുന്നത് നന്നായിട്ടുണ്ട്. പിന്നെ ചിലവ് വളരെ കുറവാണ്. ഒരു ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 230 കമ്പനി പറയുന്നത്. 200 ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഒലവക്കോട് പോലുള്ള സ്ഥലത്ത്, ഈ ട്രാഫിക് ഉള്ള സ്ഥലത്ത് വളരെ സിമ്പിളായിട്ട് ഇത് കൊണ്ടുപോകാം. ഞാനിത് പ്രത്യേകിച്ചും വാങ്ങിയിട്ടുള്ളത് എൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ്. കാരണം അവർ ഈ കയറ്റൊക്കെ കയറി അങ്ങനെ നിൽക്കുമ്പോൾ ഈ പുറയിലേക്കൊക്കെ വരുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് വളരെ സേഫാണ്. കാരണം ഒരു ഹിൽ അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇതിനകത്തുണ്ട്. അപ്പോൾ എവിടെ കയറി നിൽക്കുന്നോ അവിടെ തന്നെ നിൽക്കും. വീണ്ടും വണ്ടി എടുക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് പോകും. അതാണ് ഏറ്റവും ഇതായിട്ട് എനിക്ക് തോന്നിയത്. ഇത് കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നിയാലും രണ്ടുപേരൊക്കെ നല്ല സുഖമായിട്ട് പോകാൻ പറ്റും, യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഉള്ളിൽ കയറിയവരൊക്കെ പറഞ്ഞത് നല്ല ഇതാണെന്നാണ് പറഞ്ഞത്.
സാറിന്റെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു വണ്ടി MG കോമറ്റിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ഈ MGയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു ഫസ്റ്റ് മോഡൽ വണ്ടിയാണ്. 7 lakh അല്ലേ സാറേ? 7 lakh അല്ലേ? 8 lakh തുടങ്ങി ഏകദേശം ഇതിന്റെ ഒരു 3-4 മോഡൽസ് ഇപ്പോൾ ഈ വിപണിയിൽ ലഭ്യമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സംഗതി തന്നെയാണ്. ഒരു ഫാമിലിക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ പെട്രോൾ, ഡീസൽ ഇതിന്റെയൊക്കെ വില വർധനവൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഇലക്ട്രിക് ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ്. എന്തായാലും ഒരു ചെറിയൊരു ഫാമിലീസിനൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാനും കാറുമാണ്. അതുപോലെ തന്നെ അതൊരു ചെലവ് കുറഞ്ഞ ഒരു ഉപയോഗം കൂടെ ആയിട്ട് മാറിയിരിക്കുകയാണ്. സോ അപ്പൊ ബിജു സാറ് ഈ ഒരു വണ്ടിയായിട്ടാണ് ഇപ്പോൾ യാത്ര തുടങ്ങുന്നത് അല്ലേ സാർ?